ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കല്യാണിയുടെ പിറന്നാളായതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കല്യാണി ആദ്യം കേക്ക് കൊടുത്തത് ഹരിക്കും നിത്യയ്ക്കും. സ്വന്തം അമ്മയും അച്ഛനെയും പോലെ കണ്ട് രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ട് വീണയ്ക്കാണെങ്കിൽ സഹിക്കാനും കഴിയുന്നില്ല. അരികിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇവർ നല്ല ജോഡിയാണല്ലോ, ഇവർക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നൊക്കെ. ഇത് പറയുമ്പോൾ എല്ലാവരും വീണയുടെ മുഖത്തോട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് കൊണ്ട് നിൽക്കുന്ന സമയം താഴെ ജീവൻ ആദ്യം പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുന്നു. ആദ്യമാണെങ്കിൽ വല്ലാത്ത ഭയത്തോടെ എന്നെ രക്ഷിക്കണേ, അമ്മയെ ഓടിവാ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയും കരയുകയും അലറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സുജാതയും ജ്യോതിയും ആ കഥകിനെ ഒരുപാട് തട്ടുന്നു. പിന്നെ അലറി വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ജീവൻ ഒരു കൂസലുമില്ലാതെ ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒടുവിൽ ഒരു നിവർത്തിയുമില്ലാതെ ജീവനോട് പറയുന്നുണ്ട് ജ്യോതി, ഏട്ടാ ഞാൻ നിത്യേച്ചിയുടെ ഫോട്ടോ കാണിച്ചു തരാമെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ജീവൻ ആദ്യം ഒരു തരത്തിൽ വിട്ടത്. എന്നിട്ട് ഡോറിന്റെ അരികിൽ ചെന്നിട്ട് പറയുന്നു, നിങ്ങൾ പറയുന്നത് സത്യമാണോ എന്നൊക്കെ. അങ്ങനെ ഇപ്പോൾ കഥക് തുറക്കുന്നുണ്ട് ജീവൻ. ജ്യോതി ഓടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് നിത്യയുടെ ഫോട്ടോ ജീവനെ കാണിക്കുന്നു. ആ ഫോട്ടോ കണ്ടതും ആ ഫോട്ടോ ഇങ്ങനെ നോക്കി കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പഴയ ഓർമ്മകളൊക്കെ ജീവന്റെ മനസ്സിൽ വരുന്നുണ്ട്. നിത്യ കല്യാണം കഴിച്ചതും സുജാത നിത്യയുടെ കൈപ്പിടിച്ചിങ്ങനെ ആദ്യമായി ക്ഷേത്രത്തിൽ കൂടി വന്നതും അങ്ങനെ ചില മുഹൂർത്തങ്ങൾ മാത്രം ഓർമ്മയിൽ വരുന്നുണ്ട്. പെട്ടെന്ന് ജീവന്റെ കണ്ണിൽ കൂടി കണ്ണുനീര് വരുന്നു. ഇതെല്ലാം സുജാത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജീവന് നിലത്ത് കാല് ചവിട്ടി ഉറപ്പിക്കാൻ കഴിയാത്ത വിധം അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടിങ്ങനെ തട്ടുന്നുണ്ട്. പെട്ടെന്ന് ജീവന്റെ കയ്യിൽ നിന്ന് ഫോൺ ബെഡിലേക്ക് വീഴുകയും ജീവൻ നിലത്തേക്ക് ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആദ്യം ഓടിപ്പോയി സുജാതയും ജ്യോതിയും പേടിയോടെ തന്നെ ഭയത്തോടെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരാശ്വാസത്തോടെ ഇപ്പോൾ അവരെ കെട്ടിപ്പിടിക്കുന്നു. ആദിക്കൊന്നും പറ്റാത്ത സമാധാനത്തിൽ നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും. എന്നിട്ട് സുജാത ജീവനെയും നോക്കുന്നുണ്ടായിരുന്നു. ജീവൻ താഴെ ഇതുപോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയാണ്. തുടർന്ന് ഹരിയുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സദ്യ തന്നെ. നിത്യയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. ഹരിയുടെ അരികിൽ തന്നെയാണ് വീണ ഇരിക്കുന്നത്. പിന്നെ അമ്മാവനും കല്യാണിയും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. പിന്നെ അവിടുത്തെ ചില നാട്ടുകാരും. അവരെല്ലാം ഭക്ഷണത്തിൻ്റെ ആ ഒരു കൈപുണ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പായസം ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഹരി പറയുന്നു, പായസം ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും പത്മ ടീച്ചർ അവസാനം വന്ന് ചില മിനുക്ക് പണികളൊക്കെ നടത്തിയിരുന്നു എന്ന്. പിന്നെ അമ്മാവൻ നിത്യയുടെ ആ കൈപുണ്യത്തെക്കുറിച്ച് അവരോടിങ്ങനെ വിശദീകരിച്ച് സംസാരിക്കുന്നുണ്ട്. വീണയ്ക്കിത് കേൾക്കുമ്പോൾ വളരെയധികം ദേഷ്യം വരുന്നു. ഈ പായസത്തിൽ ഇത്രയൊക്കെ ഉണ്ടോ, എന്നാ പിന്നെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ പായസം കുടിച്ചു നോക്കുന്നു. ടീച്ചർക്ക് എൻ്റെ വക കുറച്ച് പായസം തരട്ടെ എന്ന് വീണ പറയുമ്പോൾ നിത്യ പറയുന്നു, വേണ്ട, ഇവർ കഴിച്ച് കഴിയട്ടെ എന്ന്. അതെന്താ ടീച്ചറെ, സ്നേഹം കൊണ്ട് തരുന്നതല്ലേ എന്ന് വീണ പറയുന്നു. ഇങ്ങനെയല്ലേ സ്നേഹം പങ്കുവെക്കുന്നത്, കഴിക്ക് ടീച്ചറെ എന്ന് പറഞ്ഞ് വീണ നിത്യയുടെ സാരിയിൽ കൂടി ആ പായസം എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നു. നീ എന്തായി കാണിക്കുന്നത്, നിനക്ക് കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ദേഷ്യത്തോടെ ഹരി വീണയോട് സംസാരിക്കുന്നു. ഹരിക്ക് പൊള്ളൂന്ന് എനിക്കറിയാം, കുറച്ച് പായസമല്ലേ, അത് കഴുകിയാലങ്ങ് പോകും എന്ന് വീണ പറയുമ്പോൾ അമ്മാവൻ വളരെ ദേഷ്യത്തോടെ പറയുന്നു, പായസം കഴുകിയാൽ പോകും, പക്ഷേ നിന്റെ മനസ്സിലെ വിഷം കഴുകിയാൽ പോവത്തില്ല. എന്തിനാ ബഹളം വെക്കുന്നത്, ഞാനിത് കഴുകിയിട്ട് വരാം, കഴിക്കുന്നവർ സമാധാനമായി കഴിക്കട്ടെ എന്ന് നിത്യ പറയുന്നു. അങ്ങനെ നിത്യ സാരിയിൽ വീണ പായസം കഴുകിക്കളയാനായി പോകുന്നു. വിഷമത്തോടെ ഇരിക്കുകയാണ് കല്യാണിയും. നിത്യ പോയതിനു ശേഷം വീണയോട് ഹരി പറയുന്നു, നീ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. അതെ, നന്നായി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് തടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ മുന്നിൽ വെച്ച് അച്ഛനും അമ്മയും കളിക്കാനുള്ള ധൈര്യമൊക്കെ ആയോ എന്ന് വീണ ഹരിയോട് പറഞ്ഞു. തൽക്കാലം ഒരു സമാധാനത്തിലും സന്തോഷത്തിലും വീണ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതേസമയം മുകളിൽ സുജാതയാണെങ്കിൽ ജീവനെ നോക്കി ടെൻഷനോടെ ഇരിക്കുന്നു. അതേ റൂമിൽ തന്നെയാണ് ജ്യോതിയും ഇരിക്കുന്നത്. ടെൻഷനോടെ ജ്യോതി സുജാതയോട് പറയുന്നുണ്ട്, അമ്മയെ നിത്യേച്ചി ഇപ്പോൾ വരുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എനിക്കറിയില്ലെന്ന് സുജാത. നിത്യയാണെങ്കിൽ കഴുകാനായി സാരിയിൽ വീണ പായസം കഴുകിക്കളയാനായിട്ട് അങ്ങോട്ടേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിത്യയുടെ ഫോട്ടോ അവൻ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി നേരിട്ട് കണ്ടാലോ? മോൾ ഒരു കാര്യം ചെയ്യ്, ഹരിയുടെ വീട്ടിലേക്ക് ചെല്ല്, ഒരു കാരണവശാലും നിത്യ ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് സുജാത. എന്നിട്ട് ഇവിടെ അമ്മ തനിച്ച് എന്നൊക്കെ ജ്യോതി ടെൻഷനോടെ പറയുന്നു. എന്തൊരവസ്ഥയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആദിമോനെയും നീ കൊണ്ടുപോയിക്കോളൂ എന്ന് സുജാത പറഞ്ഞു. പ്രസവിച്ചു എന്ന മഹാഭാവം ചെയ്തത് ഞാനല്ലേ, എന്നെ കൊന്ന് അവനവൻ്റെ കലി തീർക്കട്ടെ എന്നൊക്കെ സുജാത പറയുന്നു. ഈ സമയം അമ്മയെന്ന് പറഞ്ഞ് ഡോറിനെ തട്ടി വിളിക്കുകയാണ് നിത്യ വന്നപ്പോൾ തന്നെ രണ്ടുപേരും ടെൻഷനാകുന്നു. ജ്യോതി തറയിൽ കിടന്ന ആ ഒരു കത്തിയെടുത്ത് ബെഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ജ്യോതിയും സുജാതയും കൂടി ജീവനെ പിടിച്ചു വലിച്ച് കട്ടിലിന്റെ അടിയിലേക്ക് ഇങ്ങനെ നീക്കി കിടത്തുന്നുണ്ട്. മോള് അവൻ്റെ അടുത്തേക്ക് ചെല്ല്, അവളുടെ അടുത്തേക്ക് ചെല്ല്, ഇപ്പോൾ നിത്യയോടൊന്നും പറയാൻ പാടില്ല
എന്ന് സുജാത ജ്യോതിയോട് പറയുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എല്ലാം ഇടുകയാണ്. ഡോറും അടച്ചു. കുറെ നേരം ഡോറ് തട്ടിയിട്ടും ആരും തുറക്കുന്നില്ല. വീണ്ടും വീണ്ടും നിത്യ അമ്മയെ ജ്യോതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സുജാത വന്ന് കതക് തുറന്നു. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുകയാണമ്മേ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അത് ഞാൻ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ആദ്യമോൻ എന്തി എന്ന് ചോദിക്കുന്നു. ജ്യോതിയുടെ അരികിലുണ്ടെന്ന് സുജാത. അവനോട് ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു, നീ എന്താ വന്നത് എന്ന് സുജാത ചോദിക്കുന്നു. ഇത് കണ്ടില്ലേ, പായസം തട്ടി മറിഞ്ഞതാണ്, ഇത് കഴുകിയിട്ട് പോകാമെന്ന് കരുതി വന്നതാ എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, അത് അവിടെ കഴുകാമായിരുന്നില്ലേ എന്ന്. അത് നമ്മുടെ വീടല്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കഴുകാൻ എത്ര നേരം വേണം എന്ന് നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു, കഴുകിയിട്ട് നീ വീണ്ടും തിരികെ അങ്ങോട്ട് പോവുമല്ലേ, വേണമെങ്കിൽ പോകാമെന്ന് നിത്യ. പൊയ്ക്കോ, അതാ നല്ലത്. അല്ല, ഫംഗ്ഷന് വിളിച്ചിട്ട് നീ മാത്രമല്ലേ പങ്കെടുത്തുള്ളൂ, എന്നിട്ടും നീയും പകുതിക്ക് നിർത്തി പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വെച്ച് പറഞ്ഞതാണ് എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അങ്ങനെയൊന്നുമില്ലമ്മേ, അവിടെ എല്ലാത്തിനും ഇടയിൽ വീണയുണ്ട്, എല്ലാവരും അതിൻ്റെ ഒരു ടെൻഷനിലാണ്, അതിൻ്റെ ഇടയിൽ നിന്ന് അങ്ങനെ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് പറയണ്ടല്ലോ. ഇത് പറയുമ്പോൾ സുജാത പറയുന്നു, എന്നാലും അത് ശരിയല്ലല്ലോ മോളെ പെട്ടെന്ന് കഴുകിയിട്ട് പോകാൻ നോക്ക്. അങ്ങനെ നിത്യ അകത്തേക്ക് വന്നു. ജീവൻ കിടക്കുന്ന അതേ മുറിയിൽ കതക് തുറന്ന് വന്നപ്പോൾ പെട്ടെന്ന് സുജാത അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഈ വാഷ്റൂമിൽ പോകണ്ട, അത് ഞാനൊന്ന് കഴുകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനെന്താ അമ്മേ, ഞാനിവിടെ ഗസ്റ്റായിട്ട് വന്നതാണോ, ഞാൻ ഈ വാഷ്റൂം തന്നെ യൂസ് ചെയ്തോളാം എന്ന് നിത്യ പറഞ്ഞു. എന്നാൽ പിന്നെ മോള് പെട്ടെന്ന് പോയിട്ട് വാ എന്ന് സുജാത. അമ്മ പോയിക്കോ, ഞാൻ വന്നോളാം എന്ന് നിത്യയും പറയുന്നു. സുജാതയ്ക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. അതിപ്പോൾ നിത്യ ശ്രദ്ധിക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ അങ്ങനെ ചോദിച്ചതെന്ന് സുജാത. ടെൻഷനുള്ളപ്പോൾ അമ്മയുടെ മുഖത്ത് വെറുതെ ഒന്ന് നോക്കിയാൽ മതി, അതെനിക്ക് മനസ്സിലാകും എന്ന് നിത്യ. അങ്ങനെ നിത്യ വാഷ്റൂമിലേക്ക് കയറി. ഇതേ സമയം മുകളിൽ അമ്മാവൻ വളരെ ദേഷ്യത്തോടെ തന്നെ വീണയുടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ഷെൽഫിൽ നിന്നും വീണയുടെ ഡ്രസ്സുകളെല്ലാം എടുത്തു മാറ്റി. പിന്നെ വീണയുടെ മറ്റ് സാധനങ്ങളും, അവളുടെ ഒരു മേക്കപ്പ് നാശം പിടിക്കാൻ എന്ന് പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്തെറിയുകയാണ്. ഇതെന്തായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് വീണ അവിടേക്ക് വന്നു. എന്തിനാ എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് വീണ ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു, സാധനങ്ങളൊക്കെ എടുക്കുന്നതേ നിന്നെ പുറത്തേക്ക് തള്ളാൻ, ഈ വീട്ടിൽ ഇനി നിനക്ക് നിൽക്കാൻ സാധിക്കില്ല. അതെന്താണെന്ന് വീണ ചോദിക്കുന്നു. അതെ, നീ ഈ വീട്ടിൽ ആരും അല്ലാത്തോണ്ട്, കാലിന് വയ്യെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാ നിന്നെ ഇവിടെ നിർത്താന്ന് ഞാൻ സമ്മതിച്ചത്. പക്ഷേ നീ ഒരു ദയയും അർഹിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിറങ്ങിക്കോണം എന്ന് അമ്മാവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആരെ കാണിക്കാനാ ഈ പ്രകടനം, ആ ടീച്ചറെ കാണിക്കാനായിരിക്കും അല്ലേ? അതേടി, ആ ടീച്ചർ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട കുട്ടിയാണ്. ഈ കുടുംബത്തിലുള്ളവർ വളരെ ബഹുമാനത്തോടെ കാണുന്ന ടീച്ചറാണത്. ആ ടീച്ചറെ അപമാനിച്ച് ഒരു ആള് ഈ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അമ്മാവൻ പറയുമ്പോൾ വീണ പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ ആരുടെയും സമ്മതത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ രാമകൃഷ്ണൻ്റെ മോളാണ്, ഹരിയുടെ ഭാര്യയും. ഇതിലേതെങ്കിലും ഒരവകാശം പോരെ, എനിക്കിവിടെ നിൽക്കാനേ ആരുടെയും സമ്മതത്തിൻ്റെ അവകാശമില്ലെന്ന് വീണ. രാമകൃഷ്ണൻ്റെ മോളാണെന്ന് നീ തീരുമാനിച്ചാൽ മതിയോ, ഞാനും കൂടി സമ്മതിക്കേണ്ടേ എന്ന് അദ്ദേഹം. മുഖത്ത് നോക്കി പറഞ്ഞില്ലേടി ഞങ്ങളുടെ മനസ്സിന് നീ ചത്തുപോയെന്ന്, അതിന് നിയമത്തിൻ്റെ മുന്നിൽ സ്ഥാനമില്ലല്ലോ. നിയമപ്രകാരം അച്ഛൻ്റെ സകല സ്വത്തുക്കൾക്കും അവകാശം ഞാൻ ഒറ്റ മോളാണ് എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഞാൻ എന്ത് ചെയ്താലും ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ലെന്ന് പറയുമ്പോൾ ആ നിമിഷം ഹരിയും അവിടെ എത്തുന്നുണ്ട്. അല്ല, എന്നാ ടീച്ചർ ഈ വീട്ടിൽ എല്ലാമായി മാറിയത് എന്ന് ചോദിക്കുന്നു. ഹരി ഇങ്ങനെ നിൽക്കുകയാണ് വീണയുടെ പുറകിൽ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.